അപ്പോഴേ എല്ലാവർക്കും ഉത്രാട ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹത്തോടെ നൽകുന്നു. അപ്പോൾ നമുക്ക് കഴിക്കാം. ചുമന്നരി ചോറ് ഒഴിച്ചു കൂട്ടാനായിട്ട് ഞാൻ തൈരാണ് കേട്ടോ എടുത്തേക്കണത്. നാളെ സാമ്പാറൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് എല്ലാം കൂടി പറ്റണില്ല. അപ്പോൾ തൈരാണ് എടുത്തത്. അപ്പോൾ അല്പം തൈര് ഒഴിക്കാം. പിന്നെ ഉണ്ടാക്കിയത് പരിപ്പും പടവളങ്ങയും കൂടി ഒരു തോരൻ പോലെ വെച്ചിട്ടാ, അതാണ്. അതല്പം എടുക്കാം. ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പം അല്പം അതെടുത്തു. പിന്നെ ഉള്ളിത്തീയലുണ്ടാക്കി കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നത്തേക്കും നാളത്തേക്കും കൂടിയുള്ള ഉള്ളിത്തീയലാണ്. ഉള്ളിക്കറി ഉണ്ടാക്കി. ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതല്പം എടുക്കാം. പിന്നെ എൻ്റെ പൊന്നച്ചാറുണ്ട്, അതൊരു കഷ്ണം എടുക്കാം. നാരങ്ങാച്ചാറാണ്. അപ്പോൾ നെല്ലിക്കാച്ചാറുണ്ട്, പക്ഷേ നാരങ്ങാച്ചാറാണ് എടുത്തത്. പിന്നെ പപ്പടം കാച്ചിയതാണ്. ഒരു പപ്പടം എടുക്കാം. ഇതാണ് ഉത്രാട സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും സാമ്പാറാണ് ഇഷ്ടം കേട്ടോ, പക്ഷേ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ട്. ഞാൻ ഒറ്റക്കായിപ്പോയി, അതാണ് കാര്യം. അപ്പോൾ ചൂട് ചോറിൻ്റെ അകത്ത് തൈര് ഒഴിച്ചപ്പോൾ അടിപൊളി. ഇത് പടവളങ്ങയും പരിപ്പും കൂടിയുള്ള തോരൻ പോലെ വെച്ചതാണ്. ഇത്തിരി ഉള്ളിക്കറി എടുക്കാം. ഉള്ളിക്കറി സൂപ്പറാട്ടോ. ഇതേ വാളംപുളിയൊക്കെ നമ്മുടെ മധുരപ്പുളിയാണ് ഇട്ട് വെച്ചേക്കണത്, അതുകൊണ്ട് സൂപ്പർ ടേസ്റ്റാണ്. ഈ പപ്പടവും ഈ അച്ചാറും കൂടി ഒന്ന് ഒരു പിടിച്ചോറ് ഇരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉത്രാട സ്പെഷ്യല്. തൈര്, ചോറിൽ ഒഴിച്ചു കൂട്ടാൻ തൈര്, പിന്നെ പടവളങ്ങയും പരിപ്പും കൂടിയുള്ള തോരൻ, ഉള്ളിത്തീയൽ, അച്ചാറ്, പപ്പടം. നിങ്ങളൊക്കെ കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഉത്രാട ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സന്തോഷത്തോടെ നേർന്നുകൊണ്ട് ബൈ.